പരാജയപ്പെടുത്തൂല. അത്രക്കും വലിയ സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ. അല്ലാഹുവേ, ഈ മജ്‌ലിസ് എല്ലാ ദിവസവും കാണാനും കേൾക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഇന്ന് ഇജാസത്തുണ്ട് 7:30 മുതൽ 8:30 വരെ. അതിന്റെ മുന്നേ വിളിക്കാൻ പാടില്ല കേട്ടോ. ഇനി ആയിഷ അലിപ്പുറം ഇനി നാളെ ഇത് വിടാല്ലേ. ഇന്നലെ നിങ്ങളത് വായിച്ചു. 24 കൊല്ലത്തിന് ശേഷം മക്കളുണ്ടായത് ഓർമ്മണ്ടോ? എന്നാൽ സ്വലാത്തുൽ ഫാത്തിഹ വല്ലാത്തൊരു നിഅമത്താണ് മോളെ. ഒരു മകനും ഒരു കുടുംബത്തിലുണ്ടായ നിഅമത്താണ് പറയുന്നത്. ഒരു ഭർത്താവും ഒരു ഭാര്യ നല്ല സന്തോഷത്തോടെ ജീവിച്ചു. ആ സന്തോഷത്തോടെ ജീവിക്കുന്നതിൻ്റെ ഇടയില് ഭാര്യക്ക് പാർക്കിൻസൺ എന്ന് പറയപ്പെടുന്ന രോഗം വന്നു. അങ്ങനെ എന്താട്ടി സെലീന MT ഞാൻ വായിച്ചിക്കണം കേട്ടോ. അങ്ങനെ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമായി കേട്ടോ. ഭർത്താവ് ഭാര്യനെ ഒഴിവാക്കി. ഭാര്യ പറഞ്ഞു, കാക്കാ നിങ്ങൾ ഇഷ്ടാണ്, ഒഴിവാക്കരുത്, രോഗം അല്ല തരുന്നതല്ലേ. ഇല്ല, ഞാൻ വേറെ കല്യാണം കഴിക്കാണ്. അങ്ങനെ തലാക്ക് വിരിച്ചു. വലിയ വിഷമത്തിലായി. അങ്ങനെ സ്വലാത്തുൽ ഫാത്തിഹ കേൾക്കാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, സ്വലാത്തുൽ ഫാത്തിഹ കേൾക്കാൻ തുടങ്ങിയപ്പോണ്ടല്ലോ കാര്യം തീർത്ത ചെറുപ്പക്കാരൻ്റെ മനസ്സിങ്ങനെ ഇടാൻ തുടങ്ങി. കുറച്ചോനെ കൊടക്കാട് വന്നിട്ട് പറഞ്ഞു, തങ്ങളിപ്പാ എന്റെ ഭർത്താവിന് എനിക്ക് തിരിച്ചു കിട്ടണം. അവരുടെ മോളെ കാര്യം തീർത്തില്ല, തീർത്തു. എന്റെ ഭർത്താവ് എനിക്ക് തിരിച്ചു കിട്ടണം. ഞാൻ പറഞ്ഞു 2 നേരം സ്വലാത്തുൽ ഫാത്തിഹ കേട്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ ഭർത്താവ് എനിക്ക് തിരിച്ചു കിട്ടുന്ന മനസ്സിലാവും. കേട്ടോളി. കൊടക്കാട് മണ്ണിന്റെ മഹത്വം കേട്ടോളി. പൈസ എന്ത് വിഷമം മകളെ ഭർത്താവ് കാര്യം തീർത്തു, പ്രശ്നം പറഞ്ഞ് കാര്യം തീർത്തു. അങ്ങനെ മകൾ ഒരുപാട് സങ്കടപ്പെട്ടു. അപ്പൊ ആളുകൾ പറഞ്ഞു സ്വലാത്തുൽ ഫാത്തിഹ കേൾക്കാൻ പറഞ്ഞില്ലേ. കൊടുക്കാതെ ഒക്കെ ഭർത്താവ് പറഞ്ഞു. എന്നിട്ട് 3 തൊലാക്കും പിരിച്ച് അതേ ഭർത്താവ് ഒന്ന് കേട്ടു പറഞ്ഞു ചോളത്തിന് മതിയാകും. കേൾക്കണങ്ങള് ഭർത്താവ് ഭാര്യക്ക് സുഖമില്ലാതെ പറഞ്ഞിട്ടാണ് ഒഴിവാക്കിയത്. അവസാനം ആ ഉമ്മ സ്വലാത്തുൽ ഫാത്തിഹ കേൾക്കാൻ തുടങ്ങി. ആ ഭർത്താവ് എന്താക്കി പറഞ്ഞു, പെണ്ണെ തന്നെ മതി. അതുപോലെ തിരിച്ചെടുത്തു. നിക്കാഹ് കൈ ബുധനാഴ്ച കഴിഞ്ഞ സ്വലാത്തിന്റെ പവറാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മാഷാ അല്ലാഹ്. സ്വലാത്തുൽ ഫാത്തിഹയുടെ പവറാണ്. ആ മക്കളെ കല്യാണം 2ാമതും കഴിഞ്ഞു. ഭർത്താവ് വേണ്ടാന്ന് പറഞ്ഞൊഴിവാക്കിയതാണ്. സ്വലാത്തുൽ ഫാത്തിഹയുടെ ചൊല്ലാൻ തുടങ്ങിയപ്പോ അവിടെ റഹ്മത്തിന്റെ മലക്കിനുള്ള ഇറക്കി കൊടുത്തു. ഇന്നലെ പൊന്നുമക്കളെ നിക്കാഹ് കഴിഞ്ഞു. ഇത് സ്വലാത്തിന്റെ പവറാണ്. ഇവിടുന്ന് അങ്ങോട്ടല്ലാതെ കുടുംബം ബറക്കത്ത് നൽകട്ടെ. ആ കുടുംബത്തിന് വേണ്ടി ഒരു ഫാത്തിഹ നമ്മൾ ഓതുകയാണ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ. സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഫാത്തിഹയുടെ ബറക്കത്ത് ചെയ്യട്ടെ. നാളെ ഒരു ഉമ്മ ഒരു കുടുംബം കുറേ കണ്ണീർ തന്നെയാണ്. എന്നും കണ്ണുനീരാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കാസർഗോഡ് നിന്നിട്ടാണ് ഒരു ഉമ്മ ഫളിലെ പറയാൻ ഞാൻ വന്നത്. കാസർഗോഡ് നിന്നാണ് സ്വലാത്ത് നമ്മൾ ചൊല്ലുമ്പോൾ അല്ലാഹു എന്ത് ചെയ്യും? ബർക്കത്ത് ചെയ്യും.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു ബഹുമാനിച്ചിട്ടുണ്ട് കേട്ടോ. അള്ളാഹു സുബ്ഹാനഹു വ തആല റാഹത്തും സന്തോഷം അള്ളാഹു. സലാത്തുൽ ഫാത്തിഹ അങ്ങനെയാണ്, സലാത്ത് നിഅമത്താണ്, അതിനൊന്നും കേട്ടോ, അതിനൊന്നും ആരും തോന്നില്ല. എന്താണ് മോൻ ഒരാഴ്ച കൊണ്ട് ചീത്ത വിളിയില്ല. ഞാൻ തങ്ങളെ വിളിച്ച് നസീമാണ്, തങ്ങളെ ഗ്രൂപ്പിലാണ്. മോനെ പേടിച്ചില്ലേ? മാഷാ അല്ലാഹ്. അള്ളാഹു എന്ത് ചെയ്യട്ടെ, റാഹത്തും സന്തോഷം അള്ളാഹു എന്ത് ചെയ്യട്ടെ തരട്ടെ ഇൻഷാ അല്ലാഹ്. പിന്നെ സ്വന്തം പുകഴ്ത്തലല്ലേടി, അതെ അതെ അതെ, ഓനപ്പം എൻ്റെ കാര്യമല്ല കേട്ടോ. ഓന് പൊട്ടനാണ്, ഓനക്ക് മലയാളം നെഹി നെഹി കേട്ടോ. നമ്മൾ സലാത്തുൽ ഫാത്തിഹിന്റെ പവറാണ് പറയുന്നത്, ഓനപ്പൻ്റെ കാര്യം കേട്ടോ. നമ്മളെന്ത് ചെയ്യണ്ട, അത് നമ്മൾ ബ്ലോക്ക് ചെയ്യണ്ട അല്ലേ. അപ്പോൾ അൽഹംദുലില്ലാ, അള്ളാഹു സലാത്തുൽ ഫാത്തിഹിന്റെ ബറക്കത്താണ് കേട്ടോ. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇതാണ് കേട്ടോ. ഇന്ന് സലാത്തുൽ ഫാത്തിഹ ഇജാസത്തുണ്ട്. ഫോണ് വിളിച്ചിട്ട് തങ്ങളിപ്പോൾ ഒന്നും ഉണ്ടോ, ഞാൻ അങ്ങോട്ട് ചോദിക്കും, നിങ്ങൾ വർത്താനം പറയാൻ പാടില്ല. സലാത്തുൽ ഫാത്തിഹ ഇജാസത്തിന് വിളിച്ചതാണ് ചോദിക്കും, അദ്ദേഹം പറയും, ഞാൻ ചൊല്ലിത്തരും കേട്ടോ. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. 7:30 മണി മുതൽ 8:30 മണി വരെ, അതിൻ്റെ മുന്നിൽ വിളിക്കാൻ പാടില്ല ഇൻഷാ അല്ലാഹ്. നാളെ മുതൽ ബസ്സിൻ്റെ നമ്പർ വായിക്കും. പുതിയ സ്ഥലത്ത് നിന്ന് ഏതെങ്കിലും ബസ്സുകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടണം. നാളെ മുതൽ കേട്ടോ, തന്നിട്ടുണ്ടല്ലേ. പിന്നെ ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച ഉംറക്ക് പോകും. നമ്മളെ ഗ്രൂപ്പ് 90 ആളടുത്ത ആളുണ്ട്. ഒരു ബുദ്ധിമുട്ട് പോകാതെ പോയി വരാൻ വേണ്ടി നമുക്ക് ദ്വാരിക്കണം ഇൻഷാ അല്ലാഹ്. കുറേ അല്ലേ, കുറേ കാര്യങ്ങളുണ്ട് ഇൻഷാ അല്ലാഹ്. ഞായറാഴ്ച അതിൻ്റെ ലൈവ് ഉണ്ടാവും. ഒന്ന് നമ്മളെ കൂടെ മുമ്പ് ഉംറക്ക് പോയവർ ഉംറ സ്വീകരിക്കാനും ഇപ്പൊ ഉംറക്ക് പോകണം, അങ്ങനെ ഒരു യാസീൻ ഇൻഷാ അല്ലാഹ് വരുന്ന ഞായറാഴ്ച നമ്മൾ ഞായറാഴ്ചയിൽ പോണ്. ഉച്ചക്ക് ഇവിടുന്ന് ദുആ ചെയ്തിട്ട് ഇറങ്ങുള്ളൂ കേട്ടോ. അള്ളാഹു ബറക്കത്ത്, ചെറിയ ദുആ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. നാളെ നയന മനോഹരമായ കേട്ടോ, അതൊക്കെ പിന്നെ റാഹത്താണ്. ഇപ്പൊ വടകരനൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഇപ്പൊ ഇവിടെ കാണാൻ വന്നിരുന്നു. നമ്മളെത്തൊന്നും നമ്മളെ പവറില്ല, അള്ളാഹു ഭാഗ്യം നൽകട്ടെ. കൊടക്കാട് മണ്ണില്ലേ. പിന്നെ അത് സലാത്തുൽ ഫാത്തിഹ, സലാത്തുൽ ഫാത്തിഹ നിഅമത്താണ് ഇൻഷാ അല്ലാഹ്. അതിന്റെ ഇതൊക്കെ പറഞ്ഞു തരണം, എനിക്ക് സമയമില്ല. بسم الله الرحمن الرحيم. اللهم إنا نسألك ونتوسل إليك ونتوجه إليك ونتضرع إليك بأسمائك الحسنى. يا الله يا الله يا رحمن يا الله يا رحيم يا الله يا مالك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصبر يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابض يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدع يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله
يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا غفور يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا ضار يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد. استغفر الله العظيم 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 إلهي أنت مقصودي ورضاك مطلوبي الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه جزيلا جميلا بدوام ملك الله حمد العابدين حمد الشاكرين حمد العارفين حمدا يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد راجاد راجنا يا الله مالك الملوك يا الله ഞങ്ങളെ ചൊല്ലിയത് മുഴുവനും സ്വീകരിക്കണേ അല്ലാഹ്. സുബഹി നിസ്കാരം കഴിഞ്ഞ് ഇതുവരെ ചൊല്ലിയതായ അമലുകളെ സ്വീകരിക്കണേ അല്ലാഹ്. പാവങ്ങളാണ്, സാധുക്കളാണ് അല്ലാഹ്, അറിവില്ലാത്തവരാണ് അല്ലാഹ്, അദബ് കുറവാണ് അല്ലാഹ്.
ഈ മണ്ണിൽ ചാരി നിന്ന് ഈ മണ്ണിൽ ചവിട്ടി നിന്ന് മണ്ണിനോട് പറ്റി നിന്ന് നിന്നോട് കരങ്ങൾ നിവർത്തിക്കൊണ്ട് ദുആ ചെയ്യുന്നു അല്ലാ. ഞങ്ങൾ ചെയ്തതായ അമലുകൾ, ഞങ്ങൾ ചൊല്ലിയതായ സ്വലാത്തുകൾ, എല്ലാ നിസ്കാരങ്ങളും സ്വീകരിക്കണേ അല്ലാ. ആരംഭപ്പൂവായ നൂറിലും നൂറായ